എന്താടോ? ഒന്നില്ല മുതലാളി, നമ്മളെ നടീന്റെ തന്തയ്ക്ക് ഒരു 10 ഉറുപ്പ് കൊടുക്കേ, കള്ളു കുടിക്കേ. അതുകൊണ്ട് കുടിക്കുന്ന പിടിച്ചോട്ട് വാങ്ങിച്ചോട്. നമ്മളെ അലച്ചാ പോരാ, 10 ഉറുപ്പ് നമ്മൾ കൊടുക്കുള്ളൂ. നമ്മളെ മുതലാളിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ടല്ലേ മുതലാളി? എന്താ? അല്ല, ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശൊന്നും തരാളുടെ മുതലാളിന്റെ ആന്മാര് പറ്റിച്ചെന്ന്. താനാരോടും പറയണ്ട. അതാണ് നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാതെ ഞാൻ സ്റ്റേ കയറുവോ? ഒറ്റടി കൊണ്ട് വെച്ചു പകയിലാണ് നമ്മള് മുതലാളി. കേൾക്കാൻ പഠിച്ചാ പോരാ, നിൽക്കാൻ പഠിക്കണം. പഠിക്കാം. മുതലാളി, പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് എഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ അഞ്ചന് മാർക്ക കല്യാണാണ്, കയ്യിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കാൻ. വീട്ടിൽ കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ് ഈ മുതലാളി 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 ആരാണി എന്താണ് പരിപാടിയോ? എവിടെയാണ്? എന്തോ പരിപാടി? എവിടെയാണ്? രാമനാഥ വീട് ഏതാണ്? ഇത് രാമനാഥ വീടല്ലേ? വാഴയാണ്, വാഴ. മുതലാളി, അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യം അന്ന് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം. അതെന്താണെന്ന് മുതലാളി, ആരും നമ്മളെ സഹായിക്കല്ലാണ്ടായിപ്പോയി, അതുകൊണ്ടാണ്. ഉറങ്ങാണല്ലേ? ഉറങ്ങിക്കോളി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ ഞമ്മക്കും ഉറക്കം വരും, അപ്പൊ കാണാം. തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം എന്നൊക്കെ ഇയാള് പറഞ്ഞതുകൊണ്ടാണ്. അവസാനം മറ്റുള്ളവന്മാര് കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ചാൽ ഇല്ല മാഷേ. പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ ശമ്പളമില്ല. വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മുതലാളി. അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാപിഞ്ഞ വർത്താനം പറയാൻ വന്നോണ്ടല്ലോ. ഇല്ല മാഷേ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അതിപ്പോ പുരാണായാലും സോഷ്യലായാലും ഇവിടെ മത്സ്യമാംസം ഒന്നും ഇല്ലല്ലോ. ഒന്ന് മിണ്ടായിരേ മുതലാളി. സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെങ്കിലും ചൂടോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാ മത്സ്യമാംസം? സീത അശോകവനത്തിൽ. കുട്ടികളായ ശ്രദ്ധ വേണം. ഈ നക്കുന്ന കാര്യമല്ലാതെ വേറൊരു ചിന്തയില്ലല്ലേ? ഇതെന്താ സത്രമാണോ? തൊതുവ് വരാനും തൊതുവ് പോകാനും. ബസ് കിട്ടില്ല. അതെങ്ങനെയാ? ബസ് കിട്ടണമെങ്കിലേ മനസ്സ് നന്നായിരിക്കണം. നാളെ പോലെ ഇങ്ങനെ താമസിച്ച് വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? താൻ ഒരുത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിഹേഴ്സൽ നിർത്തിവെച്ചത്. നീ എന്റെ രോഹിനെ ചീത്ത പറയുന്നല്ലേടാ. ഇങ്ങോട്ട് ഇരിക്ക. അമേരിക്ക അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, തന്റെ കണ്ണിലെത്തിരുവേ. തന്റെ ദേഹം തിരിച്ചല്ലോ, അതിനുമ്പോ ചവിട്ടി നിർത്തിയില്ലേ? വെറും അഭിനയം സാറേ. അത് തിരുപ്പണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞേ. അയ്യോ, എന്തു പറ്റി? ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ വന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ ഡ്രൈവർ? അയ്യോ, ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ, അത് പോരപ്പി. നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിക്കാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല. കാശ് എന്ന സാധനം തരാം, തന്നെ താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ ഏട്. കേവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, കിണ്ടി വിറ്റെടുത്തോ.
നശിപ്പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ ദേ അവിടെ. ഓ അയ്യോ. സാർ എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. ഇരിക്കും. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല. പലിശ ആഫീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആഫീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിന്? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ, ഞാനിപ്പോ വരാം. ഓ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാറടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് മിനിറ്റ്. അയക്കൊരു 500 രൂപ കൊടുത്തേക്ക്. എടുക്കി. ആ ഒന്നും കൊണ്ട് എടുക്ക്. ആ വലിച്ച് മരിക്കി. വലി വലിക്ക്. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീടി വലിച്ചാ മതി. ആ, എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴിവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ. ഞാൻ വേണ്ടാന്നൊരു 100 അത് നീ പറഞ്ഞു കാണും. മുടിപ്പേര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കരപിള്ള ചേട്ടാ ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ വിസ്തരിച്ചത് മതി. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പെട്ടുള്ള മൊയലാളിമാര് നാട്ടിലുണ്ട്. വല്ലവന്റെയും 10 ചക്ര ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. ആ മതി, പുളു കേട്ടത്. റിഹേഴ്സൽ സമയം എഴുതേക്ക്. ഇവിടെ ബാല കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറ്. ശല്യം വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് 1 മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. തെണ്ടിത്തരം പറഞ്ഞാലേ തെണ്ടിത്തരാന്ന് പറഞ്ഞാണ്ടല്ലോ എനിക്ക് അർത്ഥം ചന്തേ, ഇതൊരു കലാക്ഷേത്രമല്ലേ? കൊലാക്ഷേത്ര. എന്നെ ഒരു കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം. ചോയില് ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും? കാറിടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പം എന്റെ കമ്മീഷൻ എങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് ഇതാണ് സ്ഥലം. കാർ വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പേരെ അമ്മച്ചിയാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലോണ്ട് വരണം. സൈക്കിള് ചാട്, വേഗം ചാടറേ. ചാട്. നീയൊക്കെ പോലീസാ? അയ്യോ, നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ? ആഗ്രഹിച്ചാ ഇതാ ഇങ്ങനെ കിടക്കും. എന്താണ് ഡോക്ടറെ വിളിക്കുന്നു? ഡോക്ടറെ വിളിക്കും. അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കുക. എത്ര നാളും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാൻ? ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം ആഞ്ഞ മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ ആ രണ്ടൊന്നെ ഇവിടെ നോക്കി.
ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നും തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാനൊക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നുപടി കൊടുക്കൂലേ? അതൊരു ചന്തം ഉണ്ടാവില്ലേ? ഏയ്, അല്ല ഏയ് ഏ? എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചെയ്തിട്ടുണ്ട്.